നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ വളരെ രസകരമേറിയ ഒരു കഥയാണ്. എങ്ങനെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാവട്ടെ ഇന്ന്. ഈ കഥ നടക്കുന്നത് ചെമ്പകശ്ശേരി, അതായത് ഇന്നത്തെ അമ്പലപ്പുഴ രാജ്യം. കേരളത്തിൽ വളരെ അപൂർവമായി ബ്രാഹ്മണ രാജാക്കന്മാർ ഭരിച്ച ഒരു രാജ്യം. ദേവനാരായണൻ എന്ന മാറാപ്പേരിലായിരുന്നു ചെമ്പകശ്ശേരി രാജാക്കന്മാർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. ചതുരംഗത്തിൽ കമ്പമുള്ള ഒരാളായിരുന്നു ദേവനാരായണൻ. ആള് കമ്പക്കാരൻ മാത്രമായിരുന്നില്ല, ഒരു നല്ല അഹങ്കാരി കൂടിയായിരുന്നു. നോം വലിയ കളിക്കാരനാണ്, നമ്മെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊക്കെ അസ്കിതയുള്ള ഒരു രാജാവായിരുന്നു ദേവനാരായണൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണ ബാലൻ രാജാവിനെ കാണാൻ വന്നു. ആ കൂടിക്കാഴ്ചയിൽ ബാലൻ രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, അങ്ങുമായി ചതുരംഗപ്പലകയിൽ മാറ്റുരയ്ക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവ് അത് കേട്ട് ഒന്ന് മന്ദഹസിച്ചു. കൊള്ളാം, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ വരുന്നോ? ആട്ടെ, കളിക്കാം. പക്ഷേ എന്താ പന്തയം? രാജാവ് വളരെ കൗതുകത്തോടെ ആരാഞ്ഞു. ബാലൻ താണു വണങ്ങി പറഞ്ഞു, അയ്യോ അയ്യോ തമ്പ്രാനെ, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല. പക്ഷേ രാജൻ തോറ്റാൽ എനിക്കെന്ത് തരും എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രാജാവിന് തോന്നി, ഹേയ്, ഈ ചെക്കന് പ്രാന്താണോ? ഞാൻ തോറ്റാലോന്ന് രാജാവ് ആത്മഗതം കൊണ്ടു. ആട്ടെ, ഞാൻ തോറ്റാൽ എന്താണ് വേണ്ടത്? മോൻ തന്നെ പറഞ്ഞോളൂ. രാജാവ് ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും താനുണ്ടോ തോൽക്കാൻ പോണു എന്നായിരുന്നു രാജാവിൻ്റെ മനസ്സിൽ. അത് കേട്ടപ്പോ ആ ബാലൻ പറഞ്ഞു, ഹേയ്, അധികമൊന്നും വേണ്ട തമ്പ്രാനെ. അങ്ങ് തോറ്റാല് നമ്മൾ കളിക്കുന്ന ഈ ചതുരംഗ കളത്തില് നെന്മണി അങ്ങോട്ട് വച്ച് തരുവോ? ആദ്യത്തെ കളത്തിൽ ഒന്നാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അടുത്ത കളത്തിൽ വയ്ക്കണം. അതിനടുത്ത കളത്തിൽ അതിനിരട്ടി, അതായത് 4. അതിനടുത്ത കളത്തിൽ അതിനിരട്ടി, അതായത് 8. അതിനടുത്ത കളത്തിൽ അതിനിരട്ടി, അതായത് 16. അതിനടുത്ത കളത്തിൽ അതിനിരട്ടി, അതായത് 32. ഇങ്ങനെ 64 കളത്തിലും വയ്ക്കണം. ഇങ്ങനെ ഇരട്ടപ്പെരുക്കത്തിൽ 64 കളത്തിൽ കിട്ടുന്ന നെല്ല് മാത്രം അടിയന് മതി എന്ന് വളരെ ലാഘവത്തോടെ ആ ബാലൻ പറഞ്ഞു. എന്നാൽ പന്തയ വസ്തുത കേട്ട് ദേവനാരായണന് ചിരി വന്നു. ഇതെത്ര നിസ്സാരം! നെല്ലറകളുടെ നാടായ ചെമ്പകശ്ശേരിക്കാണോ നെല്ലിന് ക്ഷാമം? അതും വെറും 64 കളം നിറയ്ക്കാൻ. ശരി, സമ്മതിച്ചു, ദേവനാരായണൻ മറുപടി പറഞ്ഞു. ഉടനെ തന്നെ സേവകർ ചതുരംഗപ്പലക കൊണ്ടുവന്നു. ഉടനെ കളിയും ആരംഭിച്ചു. കുതിച്ചും വെട്ടിയും മുന്നോട്ടു നീങ്ങി. കളി കുട്ടിക്കളിയല്ലെന്ന് രാജാവിന് പെട്ടെന്ന് തന്നെ ബോധ്യം വന്നു. എന്തിനേറെ പരത്തി പറയണു, ചതുരംഗത്തിൽ ദേവനാരായണൻ തോറ്റു. എന്തായാലും ഒരു ബാലൻ തന്നെ തോൽപ്പിച്ചല്ലോ. ഇതിന് വിലയേറിയ സമ്മാനം നൽകാൻ തന്നെ തീരുമാനിച്ച രാജാവ് സ്വർണവും രത്നങ്ങളുമൊക്കെ ആ ബാലന് വാഗ്ദാനം ചെയ്തു. അത് കേട്ട് ബാലൻ പറഞ്ഞു, ഹേയ്, സ്വർണങ്ങളും രത്നങ്ങളും ഒന്നും അടിയന് വേണ്ട മഹാരാജൻ, നെന്മണി മാത്രം മതി. പക്ഷേ അതാവട്ടെ, ശരിക്കും ഇരട്ടിയായി തന്നെ എണ്ണി വയ്ക്കണം. അത് കേട്ടപ്പോ രാജാവ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നെന്മണി കൊണ്ടുവരാൻ ഭൃത്യന്മാരോട് പറഞ്ഞു. ഭൃത്യര് ഉടനെ കൊണ്ടുവന്ന് ചതുരംഗക്കളത്തിൽ എണ്ണി വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വച്ച് 16ാമത്തെ കളം എത്തിയപ്പോൾ തന്നെ നെന്മണിയുടെ സംഖ്യ 32,768. പിന്നീട് കളത്തിലൊന്നും വയ്ക്കാൻ പറ്റാതെയായി. അങ്ങനെയായപ്പോ അളന്നെടുത്ത് കണക്കാക്കാൻ ബാലൻ പറഞ്ഞു. അങ്ങനെ അളന്നളന്ന് പിന്നീട് അളക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ കളത്തിൻ്റെ പകുതി എത്തിയപ്പോഴേക്കും നെന്മണികള് 214,74,83,648 എന്ന കണക്കിലായി. ഇങ്ങനെ മുന്നോട്ടു പോയ സമയത്ത്
ദേവനാരായണന് ഒരു കാര്യം മനസ്സിലായി. എന്തായാലും ഇതൊരു ചില്ലറ കളിയല്ല. പിന്നീടുള്ള ഓരോ കളത്തിലേക്കും നെല്ല് ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. തകഴി, പുളിങ്കുന്ന്, കാവാലം, കൈനകരി, തലവടി, കോഴിമുക്ക് എന്നു തുടങ്ങി കുട്ടനാട്ടിലെ കരികളും കരകളും പാടശേഖരങ്ങളും എല്ലാം നീക്കി വച്ചിട്ടും കളങ്ങൾ തീർന്നില്ല. അത് കണ്ട് രാജാവ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി. അഹങ്കാരം കാവാലം ചുണ്ടനിൽ കയറി പമ്പ കടന്നു. അവസാനം കളം നിറയ്ക്കാനാകാതെ കണ്ണ് നിറച്ച് നിന്നുപോയി ദേവനാരായണൻ. അങ്ങനെ സർവ്വതും അസ്തമിച്ചു പോയ രാജാവ് നോക്കുമ്പോൾ മുന്നിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ടു നിന്ന ബാലന് കാർവർണ്ണന്റെ നിറം, തലയിൽ കെട്ടിയിരിക്കുന്ന തലപ്പാവിലൊരു മയിൽപ്പീലി, ആ ചുണ്ടിലൊരു കള്ളച്ചിരി. അത് കണ്ട ഉടനെ രാജാവ് സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് കരുണാമയനായ ആ ദേവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു. അതു കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അങ്ങിനി ആ കളം നിറയ്ക്കാൻ മെനക്കെടണ്ട. പകരം എനിക്ക് ദിവസവും പാൽപ്പായസം നിവേദിച്ച് ആ കടം വീട്ടിക്കോളൂ എന്നു പറഞ്ഞു. ഇങ്ങനെയാണത്രേ അമ്പലപ്പുഴ അമ്പലത്തിൽ പാൽപ്പായസം നിവേദ്യമാകാൻ കാരണം. ആ പാൽപ്പായസത്തിന്റെ പ്രശസ്തി ഇന്ന് 14 ലോകത്തിലും പടർന്നു പിടിച്ചിരിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊരു കുഴപ്പം പിടിച്ച കണക്കുണ്ടാക്കി രാജാവിൻ്റെ അഹങ്കാരം തീർത്ത ശ്രീകൃഷ്ണൻ സർവജ്ഞാനിയല്ലാതെ മറ്റാരാണ്? അതായത് 1 ഗ്രാം നെല്ലിൽ ഏതാണ്ട് 38 മണികളുണ്ടാവും. 1 കിലോഗ്രാം നെല്ലിൽ 38,000 മണികളും 1 മെട്രിക് ടണ്ണിൽ 3.8 കോടി മണികളുമാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ 40 കോടി മെട്രിക് ടണ്ണോളം നെല്ലു വേണ്ടിവരും 64ാമത്തെ കളത്തിലെത്തുമ്പോൾ എന്നാണ് ഏതാണ്ടൊരു കണക്ക്. എന്തായാലും അമ്പലപ്പുഴ കണ്ണന്റെ മുൻപിൽ ദേവനാരായണനുണ്ടോ മഹാരാജാവുണ്ടോ? അദ്ദേഹത്തിന് എല്ലാവരും സമന്മാരാണ്. പക്ഷേ എന്തായാലും അഹങ്കാരം അതുമാത്രം അദ്ദേഹം വച്ചു പൊറുപ്പിക്കില്ല. അത് തന്നെയാണ് ഈ കഥയുടെ സാരവും. ഈ ചെറിയ ഒരു കഥ എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.